ചാവക്കാട് തീരത്ത് ബോട്ടിലിടിച്ച് 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ കപ്പൽ കസ്റ്റഡിയിലെടുത്തു. സാഗർ യുവരാജ് എന്ന കപ്പലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കപ്പൽ കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ എത്തിച്ചു. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, ഫോർട്ട് കൊച്ചിയിലേക്ക് കപ്പൽ എത്തിച്ചു. എന്തൊക്കെ നടപടികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട്? ജീവനക്കാരെക്കെതിരെ കേസെടുക്കുക എന്നതുൾപ്പെടെ. അനുജ, ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് സാഗർ യുവരാജ്. ഈ കപ്പലാണ് കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്ത് അകമ്പടിയോടുകൂടി പോർട്ട് ട്രസ്റ്റിന്റെ ബെർത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നാളെ മർക്കന്റൈൻ മറൈൻ വിഭാഗം കപ്പലിൽ പരിശോധന നടത്തും. നിലവിൽ കേസെടുത്തിരിക്കുന്നത് കോസ്റ്റൽ പോലീസാണ്. ആ കേസ് ഫോർട്ട് കൊച്ചിയിലേക്ക് കൈമാറുകയും ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 2 മത്സ്യത്തൊഴിലാളികളുടെ മരണത്തിന് ഇടയാക്കിയത് കപ്പൽ ചാലിൽ നിന്ന് കപ്പൽ മാറി സഞ്ചരിച്ചത് മൂലമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിൽ നിന്ന് ബേപ്പൂരിലേക്ക് പോയ ചരക്ക് കപ്പലാണ് അപകടമുണ്ടാക്കിയത്. ഇത് ബോട്ടിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നുവെന്നും രക്ഷപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തുടർ നടപടികൾ ഉണ്ടാകും. കപ്പലിൽ ജീവനക്കാരെ അടക്കം അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തുമെന്നാണ് കോസ്റ്റൽ പോലീസും പറഞ്ഞിരിക്കുന്നത്. അതിനു മുൻപ് ഉള്ള മർക്കന്റൈൻ മറൈൻ വിഭാഗത്തിന് ഉൾപ്പെടെ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഈ നടപടികൾ ഉണ്ടാവുക. എസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.